തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി തിരുക്കോവിൽ. അങ്ങനെ പാമ്പൻ പാലവും പുതിയ പാമ്പൻ റെയിൽവേ പാലവും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി ഇന്ത്യയിലെ 4 പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. രാത്രി വളരെ വൈകിയാണ് നമ്മൾ രാമേശ്വരത്തെത്തിയത്. രാമേശ്വരത്തെത്തി കുറച്ച് നേരത്തെ തിരിച്ചതിന് ശേഷം നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ലോഡ്ജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശ്രീ ജയലക്ഷ്മി കോട്ടേജ് ആൻഡ് ലോഡ്ജ് എന്ന് പറയുന്നിടത്താണ് നമുക്ക് താമസിക്കാനുള്ള റൂം നമ്മൾ തരപ്പെടുത്തിയിരിക്കുന്നത്. ഒരു റൂമിൽ 4 പേർക്ക് കിടക്കാം. 600 രൂപയ്ക്കാണ് നമുക്ക് റൂം റെഡിയാക്കിയിരിക്കുന്നത്. പിറ്റേ ദിവസം വെളുപ്പിനെ 6 മണിയോടുകൂടി രാമനാഥസ്വാമി ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് നമുക്ക് പോകാനായിട്ട് 2 ബസ്സുകൾ ഹോട്ടലിൻ്റെ ആൾക്കാർ തന്നെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ഒരു ബസ്സിൽ മാക്സിമം 20 പേർക്ക് യാത്ര ചെയ്യാം. ഒരാൾക്ക് 200 രൂപ നിരക്കിലാണ് ബസ്സിൻ്റെ ചാർജ് നമ്മളിൽ നിന്ന് ഈടാക്കിയിരിക്കുന്നത്. രാവിലെ നമ്മൾ പുറപ്പെട്ട സമയം മുതൽ നല്ല മഴയായിരുന്നു. എന്നാൽ നമ്മൾ അമ്പലത്തിൽ വന്നതിന് ശേഷം മഴയ്ക്ക് ഏതാണ്ട് ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആ മഴയൊന്നും വകവെക്കാതെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി തിരുക്കോവിൽ. ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വലിയ ഗോപുരങ്ങൾ കാണാം. കിഴക്ക് ഭാഗത്തുള്ള ഗോപുരത്തിനാണ് കൂടുതൽ ഉയരം. പാണ്ഡ്യ രാജാക്കന്മാരും ശ്രീലങ്കയിലെ ജാഫ്ന ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരുമാണ് ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തെ ഈ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീരാമൻ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശിവനോട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചുവെന്നും പറയപ്പെടുന്നു. അതിനാൽ ഇവിടം രാമേശ്വരം എന്ന് പറയുന്നു. ഈ ക്ഷേത്രം ഇന്ത്യയിലെ 4 മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമായതിനാൽ ശൈവരും വൈഷ്ണവരും ഒരുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ കണ്ടുവരുന്നു. നല്ല വെയിലുള്ള സമയത്ത് ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വെയിൽ കൊള്ളാതെ നടന്നു പോകുവാനായിട്ട് റോഡിന് മുകളിലായിട്ട് പച്ച നിറത്തിലുള്ള നെറ്റ് നല്ല നീളത്തിൽ തന്നെ ഇവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. റോഡിന് വളരെ വീതി കുറവായതുകൊണ്ട് എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. തലേ ദിവസം രാത്രി മുതലേ നല്ല മഴയായതിനാൽ റോഡിന് 2 സൈഡിലും നല്ലതുപോലെ വെള്ളവും ചെളിയും കെട്ടിക്കിടപ്പുണ്ട്. രാവിലെ ഒരു 7-7:30 മണിയോടുകൂടിയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. രാവിലെ നമുക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല. റോഡിന് സമീപത്തായിട്ട് തന്നെ ചെറിയ ചെറിയ തട്ടുകടകളും വലിയ ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അത് രാവിലെ തന്നെ ഒരു ചായയോ ഒരു ചെറുകടിയോ ഒക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ഉഴുന്നുവടയും പരിപ്പുവടയും അതുപോലെയുള്ള ചെറുകടികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വരം രാമനാഥ ക്ഷേത്രം രാമേശ്വരം നഗരത്തിൻ്റെ ഒത്ത നടുക്ക് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. മുൻ രാഷ്ട്രപതി ഭാരതരത്നം ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുടുംബ വീട് ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ്. ബാല്യകാലത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ കഥകൾ അദ്ദേഹം അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് നേരെ ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടിയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ആ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ.